ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെൻ്റെ ഫസ്റ്റ് കണ്ടൻ്റാണ്. ഇതിൽ ഞാനിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത് വേർ ഇസ് മൈ ട്രെയിൻ എന്ന് പറഞ്ഞ ആപ്പാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യമേ തന്നെ നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറി ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. വേർ ഇസ് മൈ ട്രെയിൻ എന്ന ആപ്പാണ് ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഡയറക്റ്റ്ലി ഞാൻ ഓപ്പൺ ഓപ്ഷനാണ് ഇതിൽ കൊടുക്കുന്നത്. ഓൾറെഡി എൻ്റെ കയ്യിൽ ഇൻസ്റ്റാൾഡ് ആണ്. ഇതിൽ നമുക്ക് ഫ്രണ്ട് സ്റ്റേഷൻ അടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ എറണാകുളമാണ് അടിക്കുന്നത്, എക്സിറ്റ് സ്റ്റേഷൻ തൃശ്ശൂരും. നമുക്ക് ട്രെയിനിൻ്റെ നമ്പർ അറിയാമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്, ട്രെയിൻ നമ്പർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അതിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഫൈൻ ട്രെയിൻ കൊടുത്തു. ഇതിലിപ്പോൾ ടൈമും കാര്യങ്ങളൊക്കെ ഇതിൽ കാണിച്ചിട്ടുണ്ട്. ട്രെയിനിൻ്റെ പേര്, കോച്ചസ്, പിന്നെ എത്ര രൂപയാകും എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ കാണാൻ പറ്റും. പിന്നെ പോയ ട്രെയിനുകളെല്ലാം അതിൽ ലെഫ്റ്റ് എന്ന് കാണിച്ചിട്ടുണ്ടാവും. ഇന്നില്ലാത്ത ട്രെയിനാണെങ്കിൽ നോട്ട് റണ്ണിങ് ടുഡേ എന്ന് പറഞ്ഞൊരു ഇതും എഴുതി കാണിച്ചിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഒരു ട്രെയിനിൻ്റെ ഇത് നോക്കാം. ഇപ്പോൾ 12:23 ടൈം. അതിനനുസരിച്ച് നമുക്ക് നോക്കാം. ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാത്തൊരു ട്രെയിനാണ്. ഇതിൽ ലെഫ്റ്റ് സൈഡിൽ അറൈവലും റൈറ്റ് സൈഡിൽ ഡിപ്പാച്ചറുമാണ്. ഇതെല്ലാം എക്സ്പെക്റ്റഡ് ടൈം മാത്രമാണ്. ഇത് ട്രെയിൻ റണ്ണാവണനുസരിച്ച് ഇതിലെ ചേഞ്ചസും കാര്യങ്ങളും ഇതിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ പ്ലാറ്റ്ഫോം ഏതാണെന്നും ഇതിൽ കാണാൻ പറ്റും. ഇന്നിപ്പോൾ ഞാൻ ഇന്നത്തെ ഏതുകൊണ്ടാണ് ടുഡേ നിൽക്കുന്നത്. നിങ്ങൾക്ക് നാളത്തെ വേണമെങ്കിൽ നാളത്തെ ഇതിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് അലാറം ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അത് ടൈം അനുസരിച്ച് വേണമെങ്കിൽ ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ നമുക്ക് ടൈം സെറ്റ് ചെയ്യാം. അഥവാ ഇനി നമുക്ക് 2 സ്റ്റേഷൻ മുമ്പാണ് എണീക്കേണ്ടതെങ്കിൽ നമ്മളിപ്പോൾ ഉറങ്ങണവരൊക്കെ ഉണ്ടാവുമല്ലോ ട്രെയിനിൽ, അപ്പോൾ അതിനനുസരിച്ച് ഇത് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിലിപ്പോൾ കോച്ചസിൻ്റെ ലേ ഔട്ട് കാണിച്ചിട്ടില്ല. അത് ഞാൻ വേറൊരെണ്ണത്തിൽ കാണിച്ചു തരാം. ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാത്ത ട്രെയിൻ ആയതുകൊണ്ടാണ് ഇതിൽ കാണിക്കാത്തത്. സ്റ്റാർട്ട് ചെയ്യണ ടൈമിന് മുമ്പേ കോച്ചസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവൈലബിൾ ആവുള്ളൂ. ഇതിപ്പോൾ നമുക്ക് സോർട്ട് ചെയ്യാനൊക്കെ പറ്റും. അത് പോയ ട്രെയിൻ നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് സോർട്ട് ചെയ്യാവുന്നതാണിത്. അപ്പോൾ അതിനനുസരിച്ച് ടോപ്പിൽ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് വന്ന് കിടക്കും. ഇതിപ്പോൾ ഓൾറെഡി ലെഫ്റ്റായ ഒരു ട്രെയിനിൻ്റെയാണ്. അതിൽ നിങ്ങൾക്കിത് കാണാൻ പറ്റും, ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും, ഇത് എത്ര മണിക്ക് എടുത്തു എന്നും കാര്യങ്ങളൊക്കെ. ഇതാണ് കോച്ചസിൻ്റെ ഡീറ്റെയിൽസ്. ഇതിൽ എത്ര ബോഗികളുണ്ട്, എവിടെയൊക്കെയാണ് എന്ന ഡീറ്റെയിൽസ് എല്ലാം കാണാൻ പറ്റും. പിന്നെ നമുക്ക് ട്രെയിൻ ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഇതുവരെയായിട്ടും അത് ചെയ്ത് നോക്കിയിട്ടില്ല. പിന്നെ ഇതിൽ നമുക്ക് ലാംഗ്വേജസ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഓൾമോസ്റ്റ് ഇന്ത്യയിലെ എല്ലാ ലാംഗ്വേജും ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ വേണമെങ്കിൽ ലൊക്കേഷൻ വൈസും ഇതിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ട്രെയിനിൻ്റെ കാര്യം ആയതുകൊണ്ട് 100% ഷുവറാണെന്നൊന്നും പറയാൻ പറ്റില്ല. ആപ്പാണ്, ആൾക്കാരുണ്ടാക്കിയതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ചേഞ്ചും കാര്യങ്ങളും ഇതിലുണ്ടാവും. പിന്നെ ഇതിൽ ലൈറ്റ് മോഡും ഡാർക്ക് മോഡൊക്കെ ഉണ്ട്. അതിന് നിങ്ങൾക്ക് വേണ്ടതനുസരിച്ച് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് മെട്രോൻ്റെ നോക്കാം. മെട്രോയിൽ ഇതിപ്പോൾ 5 സ്റ്റേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ടെക്സ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഓപ്ഷൻ ഇതിൽ കിട്ടും. അത് നമുക്ക് സ്റ്റേഷൻ ഇൻഡിക്കേറ്റർ അറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടു. അതിൽ എൻട്രി സ്റ്റേഷൻ നെയിം കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ടൈമിനനുസരിച്ച് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. ഏതൊക്കെ ടൈമിലാണ് മെട്രോ അവൈലബിൾ എന്നുള്ള ടൈമൊക്കെ ഇതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് തൃപ്പൂണിത്തറ ടു ആലുവയാണ് മെട്രോ അവൈലബിൾ ആയിട്ടുള്ളത്.
ഇപ്പോൾ ആലുവയിൽ നിന്ന് 12:35 ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അവസാനത്തെ സ്റ്റേഷനിലെത്തുമ്പോൾ 1:26 നമ്മൾ ലാസ്റ്റ് സ്റ്റേഷനിലെത്തുമെന്നാണ് ഇതിൽ കാണിച്ചേക്കുന്നത്. അത്യാവശ്യം ടൈം ലാഭിക്കാൻ ഇത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ AC ആയതുകൊണ്ടും അത്യാവശ്യം സൗകര്യമാണ്. പിന്നെ നമുക്ക് ഇതിൽ സ്റ്റേഷൻ നെയിം നമുക്ക് ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിലിപ്പോൾ വൈറ്റിൽ ഓപ്ഷനൊക്കെ ടെക്സ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം അവൈലബിൾ ആണ്. ഇതെല്ലാം 100% ട്രസ്റ്റബിൾ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും ഇതെല്ലാം അത്യാവശ്യം യൂസ്ഫുള്ളാണ്. അത്യാവശ്യം കാര്യങ്ങളെല്ലാം കറക്റ്റാണ് ഇതിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.